ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ഡിഗ്രിയുടെ പ്രിലിംസ് എക്സാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗാണെന്ന് പറഞ്ഞാൽ എക്സാമിന് പോകുന്ന ഒരു വ്ളോഗ് അത്രമാത്രമൊന്നും ഇല്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് കാര്യങ്ങൾ എടുത്തതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സെൻറ്ററിൽ തന്നെയായിരുന്നു എക്സാം, അടുത്തുള്ളൊരു സ്കൂളിൽ തന്നെ. അപ്പോൾ അടുത്തുള്ളതുകൊണ്ട് കുറച്ച് താമസിച്ചിറങ്ങിയാൽ മതിയെന്നും പറഞ്ഞിരുന്നത് കൊണ്ട് അത്യാവശ്യം ലേറ്റ് ആയിപ്പോൾ. അതുകൊണ്ട് വേഗം സ്റ്റോപ്പിൽ ചെന്ന് ബസ് കയറി പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ എന്തായാലും എക്സാമിന് മുന്നേ എത്തി. ഇതാ ഈ കാണുന്നതല്ല, കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഒരാളുടെ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വീടുണ്ടല്ലോ, ഇതാ ഇപ്പോൾ കണ്ടതാണ് ആ ആളുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് അടുത്തുള്ള കണിച്ചുളങ്ങര എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ സ്കൂളിൽ ചെന്നത് എക്സാമിന് ഒരു 1/4 മണിക്കൂർ 15 മിനിറ്റ് മുന്നേയൊക്കെ തന്നെ എന്തായാലും ചെന്നു. പിന്നെ അവിടെ സെൻറ്റർ അടച്ചിട്ടേക്കുമായിരുന്നു, അതിനകത്തോട്ട് ആരെയും കയറ്റത്തൊന്നും ഇല്ലായിരുന്നു. 1:30 അടുത്തായപ്പോഴേക്കും ഗേറ്റ് ഓപ്പൺ ചെയ്തു. അങ്ങനെ അകത്ത് കയറി നമ്മളുടെ ഹോൾ ടിക്കറ്റ് കാര്യങ്ങൾ നമ്പരൊക്കെ നോക്കി, റൂമൊക്കെ നോക്കി അവിടെ ചെന്ന് എക്സാം എഴുതാനുള്ളൊരു ടെൻഡൻസിയിൽ എനിക്കപ്പോൾ എക്സാം എഴുതാൻ ഭയങ്കര താല്പര്യത്തിലാണ് ഞാൻ പോയത്. കാരണം എക്സാം എത്രത്തോളം നമ്മൾ എഴുതുന്നോ അതിനനുസരിച്ച് നമുക്ക് കൂടുതലൊരു എക്സാം എഴുതി ഒരു പ്രാക്ടീസ് ആവുകയാണല്ലോ. അപ്പോൾ എനിക്ക് ഏത് എക്സാം എഴുതാനാണെങ്കിലും ഇനിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി എക്സാം എഴുതാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഞാൻ ആ താല്പര്യത്തിൻ്റെ പുറത്ത് എക്സാം എഴുതാനൊക്കെ ചെന്നിരുന്നപ്പോൾ എനിക്ക് നമ്മൾ ക്ലാസ്സിലൊക്കെ പോയിരിക്കത്തില്ലേ, ആ ഒരു പ്രതീതിയാണ് തോന്നിയത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് ഇങ്ങ് കയ്യിൽ തന്നപ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു മൂഡ് തന്നെ കിട്ടി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജൂണിൽ ക്ലാസ്സൊക്കെ തുറന്നിട്ട് പുതിയ ക്ലാസ്സിലൊക്കെ ചെന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടുന്ന ഒരു ആകാംക്ഷയിലിരിക്കത്തില്ലേ, പുത്തൻ ബുക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ സ്മെല്ല്, അതുപോലെയായിരുന്നു ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് കിട്ടിയത്. സത്യത്തിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് എന്താ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുകയാണോ എന്ന് എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തോന്നി. 40 പേജ് പ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ. ഞാനതൊന്ന് ആദ്യം സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സ്കൂളിൽ ചെന്നിട്ട് ആദ്യത്തെ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നൊരു വൈബാണ് കിട്ടിയത്. അപ്പോൾ എക്സാമിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളിയായിരുന്നു. പഠിച്ചിട്ട് പോയവർക്കും പഠിക്കാതെ പോയവർക്കും ഒക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും പ്രിലിംസ് പോലും പ്രതീക്ഷിക്കുന്നില്ല കിട്ടുമെന്ന്, അത്രയും നല്ല എക്സാം ആയിരുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങളൊരു ചോക്കോബാറൊക്കെ വാങ്ങിച്ച് കഴിച്ചു പതിയെ മഴയൊക്കെ ആസ്വദിച്ച് എക്സാമിന് പോയെങ്കിലും പ്രകൃതി ഭംഗി ആസ്വദിച്ചു, മഴയൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് പോയിട്ട് പോന്നു. എക്സാമിനെ പറ്റി മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഠിച്ചവർക്കൊക്കെ നല്ല എക്സാം ആയിരിക്കും. പിന്നെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ വായിച്ചെടുക്കാൻ തന്നെ സമയം തികഞ്ഞില്ല. സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് വായിച്ചെടുത്ത് ഉത്തരം എഴുതിക്കോ എന്ന് പറഞ്ഞതാണ് നമുക്ക് ആ 1.25 മണിക്കൂർ തന്നത്. 1.25 മണിക്കൂർ പോയിട്ട് 2.5 മണിക്കൂർ കൊണ്ടുപോലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം വായിച്ച് തീർക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ GK പോർഷൻസൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മളുടെ മാത്സിലോട്ട് എത്തിയപ്പോഴേക്കും അവിടെ ഇരുന്ന് മിസ്സ് പറഞ്ഞു 3 മണി ആയിട്ടുണ്ടെന്ന്. 1/4 മണിക്കൂർ കൊണ്ട് ഒരിക്കലും ഈ മാത്സ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ തന്നേച്ചത്. അപ്പോൾ ഞാനുള്ള സമയം കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. ഓൾമോസ്റ്റ് അറിയാവുന്നത് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയുള്ളൂ. അറിയാൻ വയ്യാത്തതിലോട്ട് പഠിക്കാൻ പോയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ എക്സാം അപാരത എന്ന് പറയുന്നത്. അവിടെ എഴുതിയ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, സമയം കിട്ടിയില്ല, ഒരു മെയിൻ എക്സാമിൻ്റെ പ്രതീതിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലുള്ളത്. അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ ബൈ.